അതുകൊണ്ട് ഈ പരിപൂർണ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് പിതാവ് സൃഷ്ടിക്കുന്നവനാണെന്ന് പറയുന്നു, പുത്രൻ കുരിശിൽ വെച്ച് രക്ഷിച്ചു, പരിശുദ്ധാത്മാവ് പരിപാലിച്ചു. എന്തിന് ഈ ഡ്യൂട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്? അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടികളൊന്നുമില്ല. അതൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. പിതാവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിലൊരുവനായി ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ നമ്മുടെ ഇടയിൽ വസിച്ചു. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ നമ്മിലൊരുവനായി. കുരിശു മരണത്തോളം അവൻ തന്നെ താഴ്ത്തി അവന് ദൈവം ഉയർത്തിപ്പോ പിതാവായ അതേ ദൈവമാണ്, നമ്മൾ പിതാവിനെ വിളിക്കപ്പെടുന്ന അതേ ദൈവമാണ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായ പുത്രനായി. അപ്പൊ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്ന സൃഷ്ടികർമ്മത്തിൽ ഈശോ വന്നിട്ടുണ്ടാകും പരിശുദ്ധാത്മാവുണ്ടോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പറയുകയാണ്, ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഭൂമി ഇറ്റ് വാസ് എ ഷേപ്പ്ലെസ് തിങ്, ഒരു ആകൃതിയില്ലാത്ത സാധനമായിരുന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ ആകൃതിയില്ലാത്ത സാധനത്തിന് മുകളിലെ ദൈവം ജലം കൊണ്ട് പൊതിഞ്ഞു. അതിന് മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുകയാണ്. ദൈവാത്മാവ് ചലിച്ചു കൊണ്ടിരുന്നു. ഈ ഷേപ്പില്ലാത്ത സാധനത്തിനെ പരിപൂർണമായി ഷേപ്പാക്കി നമ്മളിന്ന് കാണുകയും സാധനമാക്കി എടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ വാക്യത്തിൽ പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം, അവൻ മൂലം സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഇനി കുറച്ച് വാചകങ്ങൾക്ക് ശേഷം 11-ാം വാക്യത്തിൽ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. സ്നേഹമുള്ളവരെ, ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒറ്റ വചനം കൊണ്ടാണ് ദൈവം ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത്. വചനം ആരായെന്ന് പറഞ്ഞേ? യേശുക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ പിതാവ് മാത്രം ഉണ്ടാക്കി വെച്ചൊരു സാധനമല്ല സൃഷ്ടികർമ്മം എന്ന് പറയുന്നത്, അത് പുത്രന്റെയാണ്, പരിശുദ്ധാത്മാവിന്റെയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഈ സൃഷ്ടികർമ്മം. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ത്? രക്ഷാകർമ്മം. ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചിത്രത്തില് യേശുവിന്റെ മരണം ചിത്രീകരിക്കുന്ന സമയത്ത് മെൽ ഗിബ്സൺ എന്ന അതിന്റെ സംവിധായകൻ യേശു മരിക്കുന്ന ആ സമയത്തെ ചിത്രീകരിക്കുന്നത് ഇപ്രകാരമാണ്: ആകാശം മുഴുവൻ അദ്ദേഹം ഒരു കണ്ണിന്റെ രൂപത്തിലാക്കി രൂപപ്പെടുത്തിയെടുത്തിട്ട് ആ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി താഴേക്ക് ഉച്ചു വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ പ്രതീകാത്മകമായിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ്. പിതാവിന്റെ പുത്രനോടുള്ള സ്നേഹവും വാത്സല്യവും. ഇനി പരിപൂർണ മനുഷ്യനായിട്ടാണ് പുത്രൻ അല്ലെങ്കിൽ ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മളൊരുവനായത്. അതുകൊണ്ടാണ് അവന് കുരിശുമരണം പ്രാപിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും തത്വത്തെ കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങൾക്ക് തരാനായിട്ട് സാധിച്ചു. കുറച്ചെങ്കിലും ആഫ്റ്റർ ഓൾ what I said, ഇത് ഒരു രഹസ്യമാണ്. ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇറ്റ് cannot be understood fully. ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായി ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ത്? ദൈവം സ്നേഹമാണ്. ഈശോ എന്നിട്ട് വചനത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് ശിഷ്യർക്ക് വേണ്ടി, ഞാനും നീയും ഒന്നായിരിക്കുന്നത്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളോട് ചേർന്ന് ഒന്നായി ചേരാൻ വേണ്ടിയിരിക്കുന്നത്. അല്ലെ? നമ്മുടെ മരണശേഷം നമ്മൾ പോകുന്ന എവിടെയാ? സ്വർഗത്തിലേക്ക്. ഈ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് നമ്മളെ എടുക്കപ്പെടുകയാണ്. നമ്മുടെ ആത്മാവ് പരമാത്മാവുമായിട്ട് ഒന്നിക്കപ്പെടുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതമാകണം മറ്റുള്ളവർക്കുള്ള സാക്ഷ്യം. നമ്മുടെ പരസ്പരമുള്ള സ്നേഹമാണ് മറ്റുള്ളവർ പറയപ്പെടാനായിട്ട് കാരണമാകുന്നത്. എന്ത്? അവൻ ക്രിസ്ത്യാനിയാണ്, അവർ ക്രിസ്ത്യാനിയാണ്. അത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? എൻ്റെ ഉള്ളിൽ നിന്ന്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എവിടെയാണ്? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, ഞാൻ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ. അത്യധികമായിട്ട്
സ്നേഹിക്കുക. സ്നേഹമല്ലാതെ മറ്റൊന്നും ഇല്ല. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ